ടെക്സസിലെ എണ്ണ ശുദ്ധീകരണശാലയിൽ വൻ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായിരിക്കുകയാണ്. അമേരിക്കയിലെ ടെക്സസിലുള്ള കൂറ്റൻ എണ്ണ ശുദ്ധീകരണശാലയിലാണ് തിങ്കളാഴ്ച രാത്രി ശക്തമായ സ്ഫോടനവും തുടർന്ന് തീപിടുത്തവും ഉണ്ടായി എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. പോർട്ട് ആഥറിലെ വ്ലോറോ റിഫൈനറിയിലാണ് അപകടമുണ്ടായത്. സ്ഫോടനത്തെ തുടർന്ന് കറുത്ത പുക ആകാശത്തേക്ക് ഉയർന്നു. സമീപവാസികൾ വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടതായും അത് തങ്ങളുടെ വീടുകളെ കുലുക്കിയതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻഡസ്ട്രിയൽ ഹീറ്റർ തകരാറിലായതാണ് സ്ഫോടനത്തിന് കാരണമായതെന്ന് ജെഫേഴ്സൺ കൗണ്ടി ഷെരീഫ് സെന സ്റ്റീഫൻസ് അറിയിച്ചു. അതേസമയം അപകടത്തെ തുടർന്ന് നഗരത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ളവർ കൂടുതൽ വീടുകളിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകുകയും ചെയ്തു. നിലവിൽ ആർക്കും തന്നെ പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. അടിയന്തര രക്ഷാസേന സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പ്രതിദിനം 4,30,000 ബാരൽ ക്രൂഡ് ഓയിൽ സംസ്കരിച്ച് ഗ്യാസോലിൻ, അതുപോലെ ഡീസൽ, ജെറ്റ് ഇന്ധനം എന്നിവ നിർമ്മിക്കുന്ന ലോകത്തിലെ തന്നെ വലിയ റിഫൈനറികളിൽ ഒന്നാണിത്. അതേസമയം ഇറാൻ യുദ്ധം ആരംഭിച്ചതോടെ എണ്ണവിലയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എണ്ണവിലയിൽ 25% വർധനവുണ്ടായി. യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള മാസത്തെ അപേക്ഷിച്ച് നോക്കിയാൽ 33% എന്ന ഞെട്ടിക്കുന്ന വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എണ്ണവില എത്രത്തോളം ഉയർന്നാൽ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തളർത്തുമെന്ന് സാമ്പത്തിക വിദഗ്ധർമാർക്കിടയിൽ വാൾ സ്ട്രീറ്റ് ജേണൽ ഒരു സർവേ നടത്തി. എണ്ണവില ബാരലിന് ശരാശരി $138 തുടർച്ചയായി 3 മാസം തുടർന്നാൽ അമേരിക്ക മാന്ദ്യത്തിലേക്ക് നീങ്ങുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അടുത്ത 3 മാസത്തേക്ക് വില $100 മുകളിൽ തുടർന്നാൽ പോലും അമേരിക്ക കടുത്ത സാമ്പത്തിക വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് കീബാങ്ക് ക്യാപിറ്റൽ മാർക്കറ്റിലെ ടീം റസ്വാൻ പറയുന്നുണ്ട്. യുദ്ധം ഒരാഴ്ചയ്ക്കുള്ളിൽ അവസാനിച്ചാൽ പോലും ഉയർന്ന എണ്ണവില വരുത്തിവെക്കുന്ന സാമ്പത്തികാഘാതം ദീർഘകാലം നിലനിൽക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്കയിലെ സ്വന്തം എണ്ണ ഉൽപാദനം കൊണ്ട് മാത്രം ഈ പ്രതിസന്ധിയെ മറികടക്കാനാവില്ലെന്ന് ഓയിൽ മാർക്കറ്റ് വിദഗ്ധനായ ഡാൻ ഡോയൽ പറയുന്നു. യുദ്ധം നീണ്ടുപോകുന്നതിനനുസരിച്ച് സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാധ്യതയും വർദ്ധിക്കും. ചുരുക്കത്തിൽ ഇറാൻ യുദ്ധം നീണ്ടു നിൽക്കുന്നത് ലോകമെമ്പാടും, പ്രത്യേകിച്ച് അമേരിക്കയിൽ കടുത്ത വിലക്കയറ്റത്തിനും സാമ്പത്തിക തകർച്ചയ്ക്കും കാരണമായേക്കാം. അതേസമയം അമേരിക്കയിലെ റിഫൈനറിയിൽ ഉണ്ടായ സ്ഫോടനത്തിന്റെ ആഘാതം തങ്ങളുടെ വീടുകളിൽ വരെ അനുഭവപ്പെട്ടതായി പലരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. വാഹനങ്ങളുടെ വിൻഡോ ഗ്ലാസുകൾ വരെ വിറച്ചുപോയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. സ്ഥലത്ത് വായു നിലവാരം പരിശോധിച്ചു വരികയാണ്. വിഷപ്പുക പടർന്നിട്ടുണ്ടോ എന്ന ഭീതിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ടെക്സസിലെ മലയാളികളേറെയുള്ള മേഖല കൂടിയാണിത്. അമേരിക്കൻ മണ്ണിലെ ഒരു എണ്ണ ശുദ്ധീകരണശാലയിലുണ്ടായ ഈ അപകടം ലോകത്ത് എണ്ണവില ഉയരുമോ എന്ന ആശങ്കയുടെ ഘട്ടത്തിലാണ്. ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്ന പശ്ചാത്തലത്തിൽ റിഫൈനറിയിലുണ്ടായ അപകടം ആഗോള എണ്ണ വിപണിയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്.